ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് നമുക്ക് ശ്രീമദ് ഭഗവത്ഗീത 12-ാം അധ്യായം ഭക്തിയോഗത്തിൽ ഭഗവാൻ ശ്രേഷ്ഠനായ ഭക്തനെക്കുറിച്ച് പറയുന്ന ഭാഗത്തെക്കുറിച്ച് കേൾക്കാം. അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്, അങ്ങ് എന്നോട് ഭക്തിയെക്കുറിച്ച് ധാരാളം പറഞ്ഞു തന്നല്ലോ. സദാ പരിപൂർണ ഭക്തിയോടുകൂടി ചിലർ അങ്ങയെ പൂജിക്കുന്നു. ചിലരാകട്ടെ നിർഗുണവും നിത്യവും നിരാകാരവുമായ ബ്രഹ്മത്തെയാണ് പൂജിക്കുന്നത്. ഇവരിൽ ആരാണ് ശ്രേഷ്ഠർ? നിർഗുണ ബ്രഹ്മത്തെ പൂജിക്കുന്ന ഭക്തരാണോ, അതോ അങ്ങയെ സഗുണ രൂപനായ അവിടുത്തെ പൂജിക്കുന്നവനാണോ യഥാർത്ഥത്തിൽ ശ്രേഷ്ഠൻ എന്ന് അർജുനൻ ചോദിക്കുന്നു. ഈ ചോദ്യം നമുക്കും ബാധകമാണ്. നമുക്കും ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ശ്രീ ഭഗവാൻ പറയുകയാണ്, അല്ലയോ അർജുന, എന്നിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് എല്ലാം എന്നിൽ അർപ്പിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി ആരെല്ലാം എന്നെ ഭജിക്കുന്നുവോ അവരെല്ലാവരും ശ്രേഷ്ഠന്മാരാണ്. എന്നാൽ നിർഗുണ ബ്രഹ്മ ഉപാസനകൾ ചെയ്യുന്നവർക്ക് ക്ലേശം കൂടുതലായിരിക്കും. അതായത് നിർഗുണ ബ്രഹ്മ ഉപാസകർക്ക് വളരെ ക്ലേശങ്ങൾ ഉണ്ടാകാൻ കാരണം നിർഗുണ ആ ഉപാസനയിലെ നിഷ്ഠ ദേഹാഭിമാനികളായ സാധകന്മാർക്ക് വളരെ കഷ്ടപ്പെട്ടാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. കാരണം ദേഹാഭിമാനികളായ സാധാരണ ഭക്തർക്ക് നിർഗുണ ബ്രഹ്മത്തെ തിരിച്ചറിയുവാനും അതിൽ തന്നെ മനസ്സുറപ്പിക്കുവാനും കഴിയില്ല. അവർക്കൊരു രൂപത്തിൽ ആശ്രയിച്ച് ഭക്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവരുടെ മനസ്സ് ഉറയ്ക്കുന്നത്. എന്നാൽ നിർഗുണമായ ആ ബ്രഹ്മത്തെ, ഒരു ഗുണവുമില്ല, രൂപവുമില്ല, ഭാവവുമില്ല, ഒന്നുമില്ലാത്ത ബ്രഹ്മത്തെ മാത്രം ചിന്തിച്ച് പ്രാർത്ഥിച്ച് മനസ്സുറപ്പിക്കുന്നത് അല്പം പ്രയാസകരമാണെന്ന് ഭഗവാൻ പറയുന്നു. എന്നിൽ തന്നെ മനസ്സുറപ്പിക്കുക, ബുദ്ധിയെ എന്നിൽ പ്രവേശിപ്പിക്കുക, എന്നാൽ നീ എന്നിൽ തന്നെ വസിക്കും. അതായത് എപ്പോഴും ഭഗവാനിൽ തന്നെ ബുദ്ധി ഉറപ്പിക്കുക, ഭഗവാനെ തന്നെ എപ്പോഴും എല്ലാ കർമ്മങ്ങളിലും ഭഗവാനെ തന്നെ ഓർക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ എന്നിൽ തന്നെ വസിക്കും എന്ന് ഭഗവാൻ പറയുന്നു. അഭ്യാസത്തേക്കാൾ, അതായത് നിരന്തരമുള്ള യോഗ അഭ്യാസത്തേക്കാൾ, ഭഗവാനെ ലഭിക്കുവാനുള്ള പ്രായോഗികമായ ഒരു അഭ്യാസത്തേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനമാർഗം എന്ന് ഭഗവാൻ പറയുന്നു. ധ്യാനത്തേക്കാൾ ശ്രേഷ്ഠം കർമ്മഫലത്യാഗമാണ്. അപ്പോൾ നിരന്തരമുള്ള അഭ്യാസം കൊണ്ട് നമ്മൾ ഈ 12-ാം അധ്യായമെല്ലാം വിശദമായി മുൻപ് പഠിച്ചതായിരുന്നു. അന്ന് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അഭ്യാസത്തേക്കാൾ ശ്രേഷ്ഠം ജ്ഞാനമാണ്. ധ്യാനത്തേക്കാൾ ശ്രേഷ്ഠം കർമ്മഫലത്യാഗമാണ്. കർമ്മഫലം എന്ത് തന്നെ വന്നാലും അത് ഭഗവാൻ എനിക്ക് വേണ്ടി തന്ന നന്മയാണത് എന്ന് കരുതണം. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലമായാലും അപ്രതീക്ഷിത ഫലങ്ങൾ വന്നാലും അത് ഭഗവാൻ എനിക്ക് തന്ന നന്മ. നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ അതെനിക്ക് തന്ന ഗുണം, മോശം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫലം, ഞാൻ ആഗ്രഹിക്കാത്ത ഫലം കിട്ടി, ഭഗവാൻ എനിക്ക് മോശം തന്നു എന്നല്ല അവിടെ ചിന്തിക്കേണ്ടത്. ആ മോശഫലം വന്നാലും എന്താണ് ചിന്തിക്കേണ്ടത്? അത് എനിക്ക് നല്ലതാകാത്തത് കൊണ്ടാണ് ഭഗവാൻ എനിക്ക് തരാതിരുന്നത് എന്ന് കരുതുക. അതുപോലെ കർമ്മഫലത്തിൻ്റെ ത്യാഗം എല്ലാം ഭഗവാൻ ചെയ്യുന്നു, ഭഗവാൻ എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നു. ഞാൻ വെറും ഒരു ഉപകരണം മാത്രം. ഭഗവാൻ നല്ലത് തന്നാലും മോശം തന്നാലും അത് ഭഗവാൻ്റെ ഇച്ഛയാണ്. അതാണ് കർമ്മഫലത്യാഗം. അങ്ങനെ ചെയ്യുക. ആ ധ്യാനത്തേക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മഫലത്യാഗം. സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ എന്ത് കിട്ടിയാലും ഒന്നും സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ഒന്നും വേണ്ട. ഒന്നും ആഗ്രഹിക്കാതെ ശുഭവും അശുഭവുമായ കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്ന ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നു. അപ്പോൾ ശുഭകർമ്മം വന്നാലും അശുഭകർമ്മം വന്നാലും ആ കർമ്മഫലത്തെ ഉപേക്ഷിക്കുന്ന ഭക്തർ, ആ കർമ്മഫലം എനിക്ക് ഭഗവാൻ തന്നതാണ്, അത് ഞാൻ നല്ലത് അനുഭവിക്കാൻ വേണ്ടി ഭഗവാൻ എനിക്ക് തന്നു എന്ന് ചിന്തിച്ച് ആ കർമ്മഫലത്തെക്കുറിച്ച് ഓർത്ത് ബന്ധപ്പെടാത്ത ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നു. എന്നിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് എന്നെ ലക്ഷ്യമാക്കി പ്രയത്നിക്കുന്നവരൊക്കെ എനിക്ക് പ്രിയപ്പെട്ടവരാകുന്നു എന്ന് ഭഗവാൻ അടിവരയിട്ട് പറയുകയാണ്.
എന്നിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് ഭഗവാൻ എന്നെ രക്ഷിക്കും, എനിക്ക് രക്ഷയ്ക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി ലക്ഷ്യവും വിശ്വാസവും എല്ലാം എന്നിൽ തന്നെ കേന്ദ്രീകരിക്കണം. എന്നിലേക്ക് അടുക്കുവാനുള്ള മാർഗങ്ങളാണ് ഭക്തിയുത സേവനത്തിലൂടെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം എന്നെ തന്നെ കരുതുന്ന ഏതൊരു ഭക്തനുണ്ടോ ആ ഭക്തനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്നാണ് ഭഗവാൻ അർജുനന് കൊടുക്കുന്ന ഉപദേശം. ഇങ്ങനെ ഭഗവാൻ അർജുനന് ഉപദേശം ചെയ്യുന്നത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള ഉപദേശമാണ്. നാം ഓരോരുത്തരും അർജുനന്മാരാണ്. നമ്മളുടെ ആ ലക്ഷ്യം ഭഗവാനാണ് എനിക്ക് ഏറ്റവും ആത്യന്തികമായി ലഭിക്കേണ്ട ലക്ഷ്യമെന്ന ആ ലക്ഷ്യത്തിൽ നിന്ന് നാം പല സമയവും വഴുതിപ്പോകുന്നു. അതുകൊണ്ടാണ് ഭഗവാനിൽ തന്നെ ഭക്തി ഉറയ്ക്കാത്തതും മനസ്സ് ഏകാഗ്രമാക്കാൻ കഴിയാത്തതും ആ ഒരു സന്തോഷത്തിൽ എപ്പോഴും ലയിച്ചിരിക്കാൻ കഴിയാത്തതും. നമ്മുടെ ലക്ഷ്യം ജീവിതത്തിൻ്റെ മറ്റു പല മേഖലകളിലേക്കും പോകുമ്പോൾ ആപത്തുകളിലും വിഷമങ്ങളിലും മാത്രം നാം ഭഗവാനെ എന്ന് വിളിക്കുകയും ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ മാത്രം, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രം, അല്ലെങ്കിൽ നിലവിളക്ക് കൊളുത്തി നാമം ജപിക്കുമ്പോൾ മാത്രം, വ്രതങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ മാത്രം ഒക്കെ നാം ഭഗവാനെ ഓർക്കുന്നു. ഇതൊരു നിരന്തരമായ ഓർമ്മയായി ലക്ഷ്യമായി മാറിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായി നാം മാറും എന്നാണ് ഭഗവാൻ ഇവിടെ ഉറപ്പിച്ച് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അതിന് കഴിയട്ടെ. ഭഗവാനെ തന്നെ ലക്ഷ്യമാക്കി ഭഗവാന്റെ സേവനത്തിന് തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ നിത്യേന ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഭഗവാൻ എന്നെ ഏൽപ്പിച്ച ഓരോ ദൗത്യങ്ങളാണെന്ന് കരുതി അതിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാതെ സന്തോഷമായി ജീവിക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ ഒരു പ്രധാനപ്പെട്ട കർമ്മം എന്തെങ്കിലും ചെയ്യാൻ ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് ബന്ധു ആ ബന്ധുവിൻ്റെ മകളുടെ നിശ്ചയമെല്ലാം ഉറപ്പിച്ചു വെച്ചിരുന്നു. പൊടുന്നനെ ആ നിശ്ചയം ഉറപ്പിച്ചു വെച്ചിരുന്ന ആൺകുട്ടിയുടെ അച്ഛന് ഹാർട്ട് അറ്റാക്കായി ഹോസ്പിറ്റലിലെത്തിയപ്പോൾ എൻ്റെ ബന്ധു വളരെ കൂടുതൽ വിഷമിച്ചു, ബുദ്ധിമുട്ടി. അവൾക്ക് വളരെ BP ഒക്കെ കൂടി ഹോസ്പിറ്റലിലായി. ഈ നിശ്ചയിച്ച വിവാഹം എല്ലാവരെയും ക്ഷണിച്ചു, എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു. ഇത് നടക്കുമോ ഇല്ലയോ? ആ ഹോസ്പിറ്റലിലായ ആൾ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി ഇവർക്ക് വിഷമം കൂടിയിട്ട് ഒരുപാട് ടെൻഷനായി. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മളതൊന്ന് ഒരു ഈശ്വര സേവയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ അത്രയ്ക്കും ടെൻഷനാവേണ്ട കാര്യമില്ല. ഏതൊരു നല്ല കർമ്മങ്ങളായാലും മോശകർമ്മങ്ങളായാലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, മോശം സംഭവിച്ചത് നമ്മൾ ആഗ്രഹിക്കുന്ന നല്ലതാണെന്ന് കരുതുന്നതാണ് അത് സംഭവിക്കുന്നില്ലെങ്കിൽ അത് മോശമായിട്ട് നമ്മൾക്ക് തോന്നുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ ഇച്ഛയിലാണ്. അത് നമുക്ക് നല്ലതാണെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. ഏതൊരു കർമ്മമാണെങ്കിലും അത് നടന്നിരിക്കും. ഏത് പ്രതിസന്ധിയിലാണെങ്കിലും അത് നടന്നിരിക്കും. എന്നാൽ ഒരു പ്രതിസന്ധിയും ഇല്ലാതെ നടക്കേണ്ട കാര്യമല്ലെങ്കിൽ അത് നടക്കാതെയും പോകും. യാതൊരു പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച് വെച്ചിരിക്കുന്നത് നടക്കാതെ പോകും. അത് ഈശ്വരഹിതമല്ല. നമ്മുടെ കർമ്മത്തിൽ അത് പറഞ്ഞിട്ടില്ല. നമ്മുടെ കർമ്മത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ കുട്ടികളുടെ വിവാഹമാണെങ്കിൽ ആ വിവാഹത്തിന് അവർ പരസ്പരം ഒന്നിച്ച് ജീവിക്കാനാണ് ഈശ്വരഹിതം, അവരുടെ കർമ്മഫലം എങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. ഏത് പ്രതിസന്ധി വന്നാലും അത് നടക്കും. അത് ഭഗവാന് വിട്ടുകൊടുത്താൽ മതി. അവിടെ ടെൻഷനാവുകയൊന്നും വേണ്ട. എന്നാൽ അത് നടക്കണ്ട, അവർ തമ്മിൽ കൂടണ്ടാത്തവരാണ്. കർമ്മഫലമനുസരിച്ച് രണ്ട് വ്യക്തികൾ തമ്മിൽ കൂടി യോജിക്കാൻ പാടില്ലാത്തവരാണെങ്കിൽ അത് ഭഗവാന്റെ ഇച്ഛയല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ അത് മാറിപ്പോകും. ആ മാറിപ്പോകുന്നത് കണ്ടിട്ട് നമ്മൾ കരുതും, അയ്യോ അത് ഞാൻ കരുതി വെച്ചിരിക്കുന്നതാണ്, അത് മാറിപ്പോയല്ലോ, എല്ലാം ശരിയായിരുന്നതാണ്, അത് അങ്ങനെയൊന്നും നടന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കും. പക്ഷേ അതിനേക്കാൾ നല്ല കാര്യങ്ങൾ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വരാൻ വേണ്ടിയാകും അപ്പോഴത്തെ ചെറിയൊരു വിഷമം. നമ്മൾ അതിനു വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി മനസ്സുകൊണ്ട്. അതിൻ്റെ പിന്നാലെ പോയി വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എന്ത് സംഭവിച്ചില്ലെങ്കിലും
ആഗ്രഹിക്കുന്നത് സംഭവിച്ചില്ലെങ്കിലും ആഗ്രഹിക്കുന്നത് സംഭവിച്ചാലും അതിൽ ഒരുപാട് സന്തോഷിക്കുകയോ ഒരുപാട് ദുഃഖിക്കുകയോ വേണ്ട. കാരണം ഇത് നേരത്തെ ഇവിടെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു എന്നേ ഉള്ളൂ. നമ്മുടെ കർമ്മഫലം അനുസരിച്ച് നമുക്ക് ഓരോന്നോരോന്ന് ഈ ജന്മം ഈ ശരീരത്തിൽ വന്നപ്പോൾ നമുക്കും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾക്കും സംഭവിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ ചിട്ടപ്പെടുത്തിയത് നമ്മുടെ ജീവിതത്തിൽ ഓരോന്നോരോന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. അതിൽ കൂടുതൽ ആനന്ദിക്കുവാനും കുറച്ച് ആനന്ദിക്കുവാനും ചെയ്യേണ്ട കാര്യങ്ങളേ ഇല്ല. ഇതിങ്ങനെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. രാത്രി വരുമ്പോൾ ആരെങ്കിലും ദുഃഖിക്കുമോ? പകൽ വരുമ്പോൾ എല്ലാവരും കൈകൊട്ടി ചിരിക്കുമോ? ഇല്ലല്ലോ. ഇതൊക്കെ സ്വാഭാവികമല്ലേ പ്രകൃതിയിലെ, അല്ലേ എന്ന് പറഞ്ഞതുപോലെയുള്ളൂ. ജീവിതത്തിലും ഇവിടെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ രാത്രി വരുമ്പോൾ രാത്രി സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നു. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. പകൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ ഡ്യൂട്ടികളെല്ലാം ചെയ്യുന്നു. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ചിട്ടയായി മാറി. പ്രകൃതിയുടെ നിയമമാണ്. അതുപോലെ തന്നെ പ്രകൃതിയുടെ നിയമത്തിലൂടെയാണ് നമ്മൾ ഓരോ വ്യക്തിയും ജീവിക്കുന്നത്. ഈ നിയമമെല്ലാം സൃഷ്ടിച്ചു വെച്ചത് ആരാണ്? ഈശ്വരനാണ് ആദ്യമായി തന്നെ പ്രകൃതിയെ സൃഷ്ടിച്ചതും പ്രകൃതിയെ കൊണ്ട് നമുക്ക് ഈ നിയമങ്ങളൊക്കെ പരിപാലിപ്പിക്കപ്പെട്ടതും. ഇതൊക്കെ ഭാഗവതത്തിൽ വളരെ വിശദമായിട്ട് നമ്മൾ സംസാരിക്കുന്ന വിഷയമാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെയുള്ള ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക. നിങ്ങൾ ഓരോരുത്തരും ഭാഗവതവും മറ്റ് പുരാണ ഗ്രന്ഥങ്ങളും വായിച്ച് മനസ്സിലാക്കാൻ സമയം കിട്ടുന്നില്ല എങ്കിൽ ഇതുപോലെയുള്ള സത്സംഗങ്ങളിൽ പങ്കെടുത്ത് അതൊക്കെ പരമാവധി അതിൻ്റെ ഉപയോഗം നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ അതിനുവേണ്ടി ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സർവകർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.